മണി എടി മണി 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 എന്ന് പുറകെ നടക്കണ എന്തിന്? ഞാൻ നിന്റെ പറയല്ലേ നടക്കണേ, വേറെ ആരെയും പറയൊന്നുമല്ലല്ലോ. ഈ നാണക്കേട് മനുഷ്യ പിള്ളേരൊക്കെ കളിയാക്കി തുടങ്ങി. പിള്ളേര് കളിയാക്കണോ? പിള്ളേരെന്നു പറഞ്ഞു പിള്ളേര് പറയണ അച്ഛൻ എപ്പോഴും അമ്മയുടെ പുറകെ മണി മണി എന്ന് വിളിച്ചോണ്ട് നടക്കും. അച്ഛന് ഭയങ്കര ബി പി ആണെന്ന്. BP എനിക്ക് ഭാര്യയെ പേടിയൊന്നുമില്ല. ഭാര്യയെ പേടിയല്ല, ഭാര്യയുടെ പുറകെ നടക്കുന്നത് BP ആ സൂക്കേടാണെന്ന്. അതൊരു കോംപ്ലിമെന്റ് അല്ലേ മണി? അയ്യേ കോംപ്ലിമെന്റ് നാളെ വയസ്സായില്ലേ? വയസ്സ് അല്ലല്ലോ എനിക്കറിയാം. നിനക്കിപ്പോ എന്നോട് പഴയതുപോലെ സ്നേഹമൊന്നുമില്ല. ആര് പറഞ്ഞു? ആര് പറഞ്ഞു? എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നു. അങ്ങനെ ഫീൽ ചെയ്താ? പിന്നെ അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ പണ്ടാണെങ്കിൽ എപ്പോഴും എന്റെ അടുത്ത് വന്നിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യായിരുന്നു. അതുപോലെ ഇടയ്ക്കിടയ്ക്ക് പാട്ടൊക്കെ പാടാൻ പറയായിരുന്നു. ഓഹോ അതാണ് പ്രശ്നം. നിനക്കൊന്നും സമയമില്ലല്ലോ. ഓ പാട്ട് പാടാൻ പറയാത്തതാണ് പ്രശ്നം. ഒരു പാട്ട് പാട്. ഇപ്പഴാ പാടി പാട്. പാടാനാ? പിള്ളേരൊന്നും ഇല്ലല്ലോ, പാട്. എന്നെ കേക്കണോ? പാടല്ലേ? പാട് മനുഷ്യ. മല്ലികപ്പൂവിൻ മധുരഗന്ധം നിന്റെ മന്ദസ്മിതം പോലും ഒരു വസന്തം മാലാകമാരുടെ മാലാക നീ. റൊമാൻറ്റിക് ഹീറോ റൊമാൻസ് ആണല്ലേ? അല്ല അത് അല്ലേ? ഭാര്യക്ക് നല്ല നല്ല പാട്ട് പാടി കൊടുക്കുന്ന സ്നേഹമുള്ള ഭർത്താവാണ് എന്റെ അച്ഛൻ. മോളെ അങ്ങനെയല്ല, ഇവള് പറഞ്ഞു പാട്ട് പാടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ നിർബന്ധിച്ചപ്പോ പാടിയതാണ്. എന്നാലും ഈ എരിയാണി വെയിൽ ചേട്ടത്തേക്ക് ഊഷ്മളത പകരാൻ ചേട്ടൻ പാട്ടൊക്കെ പാടിയില്ല. കൊള്ളാം. അവള് നിർബന്ധിച്ചപ്പോ അങ്ങ് പാടിയേ ഉള്ളൂ. ഞാൻ നിർബന്ധിച്ചൊന്നുമില്ല. എന്റെ അടുത്ത് പറഞ്ഞേ ഞാൻ പാട്ടൊന്നും പാടാൻ പറയണ്ട, എന്നാ പിന്നെ വേണമെങ്കിൽ പാടിക്കോന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. സത്യമായിട്ടും ഇങ്ങനെ പാടുണ്ടേ നിനക്ക് എന്ന് പറഞ്ഞ മനസ്സിലാവും അണ്ണാ. എനിക്കിങ്ങനെ രണ്ടു പാട്ട് പഠിപ്പിച്ച എന്തിന്? എനിക്ക് ചിന്നു പാടി കൊടുക്കുന്നു. പാടാ കിടന്നു. അയ്യേ അളെ ഞാൻ വന്നു നിന്റെ അച്ഛനെ ഞാൻ ഞാനും പോണു. ഇതാ ചക്കപ്പട്ടിന്റെ ദിക്കറല്ലേ ഇത് എന്റെ അടുത്ത് ഉൾച്ചിയിലെടുത്ത് വെച്ചിട്ട് പോയിക്കണം. നിന്റെ ഇതാണ് ഞാൻ ഇങ്ങോട്ടൊന്നും വരാത്തത്. ഐഡിയൽ കപ്പിൾസ് എന്ന് കേട്ടിട്ടുണ്ട്? ഐഡിയൽ കപ്പിൾസ് ആര്? അതാണ് എന്റെ അച്ഛനും അമ്മയും. എന്റെ അച്ഛനും അമ്മയും. സ്നേഹം വന്ന സ്നേഹിക്കും, ദേഷ്യം വന്ന നോക്കണ്ട. അത്രേ ഉള്ളൂ. നാരങ്ങളും കുടിച്ചില്ലേ? പിങ്കി പിങ്കി നിന്നല്ലടി വിളിച്ചേ? പിങ്കിയെ. അവളവിടെ ഫോൺ ചെയ്തോണ്ടിരിക്കുന്നു. ഫോൺ ചെയ്തോണ്ടിരിക്കുന്ന എന്നോട് അത്യാവശ്യമായിട്ട് നാരങ്ങ വെള്ളം വേണമെന്നും പറഞ്ഞ് ഓടി പിടിച്ച് ഉണ്ടാക്കി വെച്ചിട്ട് അവള് കുടിക്കാതെ പോയിരിക്കണം. ഒരു കാര്യം ചെയ്ത് നീ ഇത് കൊണ്ടുപോയി കൊടു. കൊണ്ടുപോയി കൊടുക്കേ. അവക്ക് നാരങ്ങ വെള്ളം ഞാൻ കൊണ്ടുകൊടുക്കണം അല്ലേ? സോറി, എനിക്ക് പറ്റൂല. പറ്റൂലേ? എനിക്ക് പറ്റൂലെങ്കിൽ ഞാൻ കൊണ്ടുപോയി കൊടുക്കും. നിന്നെയൊന്നും കണ്ടല്ല ഞാൻ ജീവിക്കണേ. നീ പറഞ്ഞ എവിടെ കയറി പോണേ? ഒരു പൊടിക്ക് അടങ്ങ്. ഞാനും കൂടെ പറയട്ടെ, നീ മാത്രം പറഞ്ഞാ മതിയാ? ഞാൻ തന്നെ ആനന്ദിന്റെ അടുത്ത് പറഞ്ഞേ. നീ എന്ത് ചെയ്യും? എന്തോന്ന് ജ്യൂസ് വെച്ചിട്ട് ഇവിടെ വെക്കണ? കുടി. അമ്മ അവിടെ വെച്ചിട്ട് പോമ്മ. കുടി. അമ്മ വച്ചിട്ട് പോമ്മ. ഓ പിന്നെ എടാ നീ തന്നെ ആ വർത്താനം പറയുള്ളൂ. എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് നിന്റെ പേരൊന്നും ഞാൻ ആദ്യം എടുത്ത് പറഞ്ഞിട്ടൊന്നുമില്ല. എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു. സംശയം ഉണ്ടെന്ന് പറഞ്ഞു. എന്റെ ഒരു ഫ്രണ്ട്. ഏത് ഫ്രണ്ട്? മിണ്ടായിരം. അത്യാവശ്യപ്പെട്ട് ജ്യൂസ് ചോദിച്ചിട്ട് കുടിക്കാതെ നിൽക്കണ? നീയും നിന്റെ ഗാങ്ങിലുള്ളവർ മാത്രമേ ഈ വർത്താനം പറയുള്ളൂ. അയ്യോ നീ ഇതുവരെ ആരെ പറ്റിട്ട് ഒന്നും അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലേ? അയ്യോ നല്ല പിള്ള നീ. നീ കൂടുതൽ ജാട വർത്താനം എന്ന് പറയാം. നീ എല്ലാരും മുമ്പിൽ മറ്റേ ഗുഡ് ഇമേജ് തെളിയിക്കാൻ വേണ്ടി നീ നടക്കുമല്ലോ. നീ കാര്യമാണോ എന്തോ? എന്തോന്ന്? അയ്യോ പിന്നെ ആരും നിന്നെ പറ്റി ഇന്നേ വരെ ഒന്നും പറഞ്ഞിട്ടില്ല. എടാ നീ കേട്ടിട്ടില്ലെന്ന് പറയടാ. കേട്ടിട്ടില്ലെന്ന് സംസാരിക്കടി ഫോണിൽ കൂടെ. ഡീസന്റ് ആയിട്ട് സംസാരിച്ചൂടെ നിനക്ക്? നീ വച്ചിട്ട് പോ. പിന്നെ നീ പോയി ചെയ്. പോ. എന്തോ വിഷയം പറ. കംപ്ലൈന്റ് കൊടുത്തെങ്കിൽ നീ തന്നെ വരും മുങ്ങോളൂ. എന്റെ ഭാഗത്തൊന്നും ഒരു തെറ്റുമില്ല. എനിക്ക് സംശയം തോന്നി ഞാൻ പറഞ്ഞു. അല്ല നീ ആണെന്നൊന്നും ഞാൻ തെളിവ് സഹിതം ഒന്നും സബ്മിറ്റ് ചെയ്തിട്ടില്ല. എന്തോ പോലീസ് സ്റ്റേഷനാ? കംപ്ലൈന്റ് കൊടുക്കട്ടെ. നിനക്കെന്ത്? നീ വച്ചിട്ട് പോ. നീ കൂടിയിട്ട്. അയ്യോ നീ ബ്ലോക്ക് ചെയ്ത് എനിക്ക് അങ്ങ് പേടി. അയ്യോ ഞാൻ പഞ്ചമുഖ മറ്റേ എന്തോന്ന് വർത്താനം ഈ പെണ്ണിന്റെ? എന്തോന്ന്? ഈടാ പോടാ. നീ കോളേജ് വരുമ്പോ നീ എന്ത് ചെയ്യും? എന്തുവാണ് കാര്യം പറ. ശരി. ഓ എന്തുവാടി വിഷയം? എന്റെ ഫ്രണ്ട്. അമ്മക്ക് എന്തോ അമ്മ? അമ്മക്ക് എന്ത്? അമ്മ എന്താ ഫോൺ വിളിച്ചോണ്ടിരിക്കും ഇങ്ങനെ കുറിയിരിക്കണം. ഞാൻ അടുത്ത് പറഞ്ഞില്ല നാരങ്ങളോട് വെച്ചിട്ട് പോവാൻ. ഇവിടെ വെച്ചിട്ട് പോവാന്ന് പറഞ്ഞപ്പോ നീ കുടിക്കാൻ വേണ്ടിട്ട് അത്യാവശ്യപ്പെട്ട് ചോദിച്ചതല്ലേ? അപ്പൊ ഞാൻ നീ കുടിച്ചിട്ട് കൊണ്ടുപോവാന്നു. അതെനിക്ക് കുടിക്കാറുണ്ട്. എനിക്ക് കയ്യൊന്നും ഇല്ലേ? ഞാൻ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടൊന്നും
ഒന്നുമല്ല, പിന്നെ നീ വിളിച്ചോണ്ടിരിക്കല്ലേ ഇവിടെ ഇരിക്കാന്ന് വിചാരിച്ചു. ഞാൻ പല പ്രാവശ്യം ശ്രദ്ധിച്ചിട്ടുണ്ട് അമ്മയുടെ ഈ സ്വഭാവം. അമ്മയ്ക്ക് തീരെ മാനേഴ്സ് ഇല്ല. ആരെങ്കിലും ഒക്കെ ഫോൺ വിളിച്ചോണ്ടിരിക്കും, അവിടെ കുറി നിൽക്കും. അമ്മയ്ക്ക് എന്താ എന്നെ സംശയവും? സംശയമാണോ എന്നെ? അയ്യോ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല ഞാൻ. പിന്നെ എന്താ ഉദ്ദേശിച്ചമ്മ? ഞാൻ ഒന്നും ഉദ്ദേശിച്ചില്ലടി, ഞാൻ വെറുതെ ഇവിടെ നിന്നേ ഉള്ളൂ. ഭയങ്കര പ്രശ്നം തന്നെയായിട്ട് അമ്മയ്ക്ക് സംശയമാണെന്ന് തോന്നുന്നു. അച്ഛൻ ഇങ്ങനെ തന്നെ ഓരോരോ വീട്ടിലെ എല്ലാ പ്രശ്നത്തെ കാരണം അമ്മയാണ്. എന്താ അമ്മേരെ അമ്മയ്ക്ക് എന്താണ്? ഒന്നുമില്ലേ? മനുഷ്യ ഒന്നാമത് മൂട് തെറ്റിരിക്കുമ്പോഴാണ് അമ്മ വന്നിട്ട് ആര് എന്ത് ഞാൻ വിളിച്ചോണ്ടിരിക്കല്ല. അവർ കേട്ടാ എന്ത് വിചാരിക്കും? ആര് എന്താ എന്തോന്ന് അമ്മയെ കൊണ്ട് ദൈവം എനിക്ക് ദേഷ്യം പറഞ്ഞു. അമ്മയുടെ മുമ്പിൽ പോയതമ്മ എപ്പോഴും ഒരുമാതിരി. നീ കൂടി ജ്യൂസ് കൂടി. എനിക്ക് ജ്യൂസ് വേണ്ട. പോയ പോരായിരുന്ന കുറി ഇവിടെ നിൽക്കുകയാണ്. ഒരുമാതിരി തീരെ കൾച്ചർ ഇല്ലാത്ത ആൾക്കാരെ കണക്ക്. അമ്മ ഞാൻ പോണ അമ്മേനെ കുടിച്ചാൽ മതി ജ്യൂസ്. ദേഷ്യം പറഞ്ഞില്ല. എന്താണ് കൈ മുറിഞ്ഞോ? ആ കുഴപ്പമില്ല, ചെറുതായിട്ട്. കുഴപ്പമില്ലല്ലേ? ആ ഇതാണ് ചിക്കൻ. ചെറുതല്ല സ്പെഷ്യൽ മസാലയും കുരുമുളകൊക്കെ ഇട്ട് മറ്റേ സ്പെഷ്യൽ റെസിപ്പി. എന്ത് പറയുന്നു? എന്നിട്ട് മറ്റേ മുരുമുര ഫ്രൈ. എന്താണത്? കൈ വയ്യേ നോട്ട്? ഒന്നുമില്ലടാ, ഇല്ല ചെറിയായിട്ട്. പിന്നെ എന്തെങ്കിലും അത് മുറിഞ്ഞു കേട്ടോ? ഇല്ല കുഴപ്പമില്ല. മഞ്ഞപ്പൊടി എടുത്തിടാല്ല നമുക്ക്? അതൊന്നും വേണ്ട, കുഴപ്പമില്ല. മഞ്ഞപ്പൊടി ഇടാണ് ചുമ്മാ. ചേട്ടത്തിക്ക് എന്ത് പറ്റി? അതൊന്നും അല്ലല്ലോ സംഭവം. എന്ത്? ഒന്നുമില്ല. എന്താണ് കരയാണ്? കാര്യമൊന്നുമില്ല. ഓരോന്നൊക്കെ ആലോചിച്ചപ്പോ കണ്ണൊക്കെ അത്രേ ഉള്ളൂ. എന്ത് കാര്യം? എന്ത്? ഒന്നുമില്ലടാ. അത് വല്ലാതിരിക്കണം. എന്ത് കാര്യം പറ. മക്കളും പിള്ളേരൊക്കെ വലിയ ആൾക്കാരൊക്കെ ആവുമ്പോഴേ അവർക്ക് ചിലപ്പോൾ പ്രൈവസി ഒക്കെ വേണ്ടി വരും. അതറിഞ്ഞ് നമ്മൾ പെരുമാറിയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ബുദ്ധി ഇല്ലാത്തവരും മാനേഴ്സ് ഇല്ലാത്തവരൊക്കെ ആവും. അങ്ങനെ ആയിരിക്കുമല്ലേ? ആർക്ക് മാനേഴ്സ് ഇല്ലെന്ന്? ചേട്ടത്തി എന്തോന്നാണ്? ആർക്കാണ് പ്രൈവസി വേണ്ട? അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല. എന്തോ നടത്തി കാര്യം പറ. ഒന്നുമില്ല, നീ വിഷമിക്കാതെ. എന്തോന്ന് കാര്യം പറ. ഇല്ല, നീ എന്തോന്ന് വാങ്ങിച്ചോണ്ടേ? എന്തോ വാങ്ങിച്ചോണ്ടേ? ഇത് ചിക്കൻ. ഇതെന്തോ ഉണ്ടാക്കാൻ? ഞാൻ ഫ്രൈ ചെയ്യാനാണ്. അത് കുഴപ്പമില്ല ചേട്ടത്തി. എന്തെങ്കിലും ചേട്ടത്തി തോന്നുന്നത് ചെയ്താൽ ഞാൻ ഉണ്ടാക്കാം. എന്തെങ്കിലും ചെയ്യാം. ചെല്ലു, ഞാൻ ഉണ്ടാക്കി വെച്ചേക്കാം. ഞാൻ എന്തെങ്കിലും ചെയ്യണോ ചേട്ടത്തി? ഒന്നും വേണ്ട, നീ പോക്കോ. ചെല്ലു. ഉറപ്പാണോ? ഉറപ്പ്. ചെല്ലടാ. രാമ, നീ സത്യമായിട്ട് കണ്ടോ അവള് കരയണത്? ഞാൻ നല്ല വ്യക്തമായിട്ടുണ്ട്. ചേട്ടത്തി നല്ല വിഷമിച്ചാണ് ഇരിക്കുന്നത്. അവളങ്ങനെ നിസ്സാര കാര്യത്തിനൊന്നും കരയുന്നുള്ള മാമ. കരയാന് മാത്രം എന്ത് പ്രശ്നം ഉണ്ടായി ഇവിടെ? നീ വഴക്കല്ലോ പറഞ്ഞ എന്നെ മാമ, ഇന്ന് വരെ അവള് കരയാനായിട്ട് ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, അറിയുമോ? എന്തായാലും ആരോ എന്തോ പറഞ്ഞ ചേട്ടത്തിക്ക് നല്ല വിഷമമായിട്ടുണ്ട്. ഇപ്രാവശ്യം ഞാനല്ലാതെ എനിക്കറിയാം. അപ്പൊ ഇതിന് എന്നെ നോക്കണേ? ഇന്ന് നമ്മൾ നല്ല കമ്പനി ആയിരുന്നു, ഒരു ഉടക്കം ഉണ്ടായില്ല. ഇതെല്ലാരും കൂടെ എന്നെ നോക്കണേ? ഞാൻ ഒന്നുമല്ല. ഇന്ന് എന്റെ കോളേജിൽ ഒരു പ്രശ്നം ഉണ്ടായിട്ട് ഞാൻ അതിന്റെ പറയായിരുന്നു. അതൊന്നും പറഞ്ഞൊന്നുമില്ല. ചിലപ്പോ ജീവിത പ്രാരാബ്ദം കൊണ്ട് അവളെ കരഞ്ഞതായിരിക്കും. അതിന് കരയാൻ മാത്രം ഇവിടെ എന്തോന്നും ജീവിത പ്രാരാബ്ദം അവൾക്ക്? അതല്ലേ, ഒന്നും കൊള്ളൂല്ലാത്ത ഒന്നിനും കൊള്ളാത്ത ഒരു ഭർത്താവായിരിക്കണം. രണ്ട് വൃത്തിയുടെ മക്കളായിരിക്കണം. ഇത് അതുമല്ലോ ഉണ്ടോ? മാമ ഇവന്റെ മിണ്ടായിരിക്കാൻ പറ. ഒന്നാമത് അവളുടെ കാര്യം ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ്. ഞാനേ ഒന്ന് മണിക്കുട്ടിയുടെ അടുത്തോട്ട് പോയിട്ട് വരാം. ഇനി അതിന്റെ ഒരു കുറവും കൂടെ ഉള്ളു. നീ ഇപ്പൊ അങ്ങോട്ടൊന്നും പോണ്ട. അവള് കുറച്ചേരം ഒറ്റയ്ക്ക് ഇരിക്കട്ടെ. ചുമ്മാ അച്ഛങ്ങോട്ട്. അച്ഛനൊന്നും അറിഞ്ഞൂടാ. അണ്ണ അച്ഛൻ പറഞ്ഞേക്കൊന്നുമല്ല. അണ്ണൻ പോ. ഞാൻ എന്തായാലും പോയി നോക്കിട്ട് വരാം. ഓ, ഇതിൽ നിനക്ക് എന്ത് മനസ്സിലായി? നിന്റെ അച്ഛൻ തന്നെ നിന്റെ അമ്മയെ ചൊറിഞ്ഞത്. ആവശ്യമില്ലാതെ വേണ്ടാത്തൊന്ന് പിള്ളേരുടെ പറഞ്ഞു കൊടുക്കണേ കേട്ടാ. ഇപ്പൊ ഇനി കാര്യം പിടികിട്ടി. ഇങ്ങനെ ചുമ്മാ പോയി കട്ടാട് എന്ന് ചോദിക്കൂലേ ചായക്ക്? അത് അങ്ങനെ തന്നെ ചേട്ടത്തിക്ക് ഇങ്ങനെ വിഷമം വന്നത്.
വാടാ വാടാ. ഞാൻ പോണു. മണി മണി എന്ത് പറ്റി? എന്ത് പറ്റാൻ? നീ കരഞ്ഞെന്ന് പറഞ്ഞു. ഏയ് ഏ അങ്ങനെയൊന്നുമില്ല. ഇവിടെ ഇങ്ങോട്ട് വയ്ക്കേ. ഉം. പറ എന്താ കാര്യം? ഒരു കാര്യം ഇല്ലെന്ന് പറഞ്ഞില്ലേ? അങ്ങനെയല്ല, എന്തോ ഉണ്ട്. എന്തോ വിഷമമുണ്ട് നിനക്ക്? വീട്ടിൽ നിന്ന് ഫോൺ വല്ല വന്നിരുന്നാ? ഇല്ല. മണിക്കൂട്ടം വിളിച്ചോ? ആരും വിളിച്ചില്ല. പിന്നെ ഇങ്ങനെ രാവിലെ നല്ല മൂഡിലിരുന്നല്ലേ നമ്മൾ പാട്ടൊക്കെ പാടി. പിന്നെന്തു പറ്റി? രാവിലെ നമ്മൾ വിചാരിക്കും ഇന്നത്തെ ദിവസം നന്നായിരിക്കുന്നു. പക്ഷെ മുന്നോട്ട് പോകുമ്പോ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരാൻ പോണത് നമ്മൾ അറിയില്ലല്ലോ. പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ സംഭവിക്കും. ഇപ്പൊ മൂടൊക്കെ പോകും ചിലപ്പോ. അത്രേ ഉള്ളൂ. അതിന് പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ എന്ത് കാര്യം ഉണ്ടായിരുന്നു? പറയാൻ മാത്രമുള്ള ഒന്നുമില്ല എന്റെ രവിയേട്ടാ. സത്യം. മണി നീ കള്ളം പറയണ്ട. നിന്റെ മുഖത്ത് നല്ല എന്തോ ഒരു വിഷമം തോന്നുന്നുണ്ട്. ഒരു കാര്യം ചെയ്യ്. അയ്യോ ഇതെന്ത് മണി? അത് ക്യാബേജ് മുറിച്ചപ്പോ വലിയൊരു മുറിവ് വന്നു. മണിക്കുട്ടി നിന്റെ ഞാൻ എപ്പോഴും പറയുന്നില്ലേ ശ്രദ്ധിക്കണ്ടേ? അയ്യോ അതിന് മാത്രമുള്ള വലിയ മുറിവൊന്നും അല്ല, ഒരു ചെറിയ മുറിവ്. അടുക്കളയിലൊക്കെ ആവുമ്പോ ഇങ്ങനെ ചെറിയ മുറിവുകളൊക്കെ ഉണ്ടാവും, പൊള്ളല് വരും. പിന്നെ എനിക്ക് അറിഞ്ഞൂടല്ലോ. ഞാൻ എന്തോ പറയുന്ന നമുക്കേ പുറത്തു പോയല്ലോ. ഇവിടെ വന്നിട്ട് ഇതുവരെ പോയില്ല. നമുക്കിന്ന് പുറത്തു പോയി ഭക്ഷണമൊക്കെ കഴിച്ച്. ഇന്ന് പുറത്തൊന്നും പോകാനുള്ള മൂഡ് എനിക്കില്ല. എന്തോ നിനക്ക് വിഷമമുണ്ട്. ഞാനൊരു കാര്യം പറയട്ടാ, എന്റെ മൂഡ് ശരിയാവണമെങ്കിൽ കുറച്ചു നേരം എനിക്ക് ഒറ്റയ്ക്ക് ഇരുന്നാ മതി. ഞാൻ ഇരുന്നോട്ടോ. ശരി. അമ്മ 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 രാമങ്കിള് പറയാണേ അമ്മ കരഞ്ഞെന്ന്. എന്തിനമ്മ കരഞ്ഞേ? ഏയ് കാര്യമൊന്നുമില്ല. ഒന്നുമില്ലേ? ഞാൻ ഫോൺ വിളിച്ചോണ്ടിരുന്നപ്പോ അമ്മ വന്നപ്പോ ഞാൻ എന്തൊക്കെ പറഞ്ഞില്ലേ, അതിനാണ് കരഞ്ഞേ? ഏയ് അതൊന്നുമില്ല. അല്ലേ? ഓ എനിക്ക് ഇപ്പോഴാണ് ആശ്വാസമായത്. രാമങ്ങൾ അങ്ങനെയൊക്കെ വന്ന് പറഞ്ഞപ്പോഴേ ഞാൻ വിചാരിച്ചു ഞാൻ വല്ലതും പറഞ്ഞിട്ടാണോ അമ്മ കരഞ്ഞേന്ന്. ഇപ്പൊ കുഴപ്പമില്ല. അമ്മ തുണി മടക്കിയോ? പോണേ. എങ്കി ഒരു മിനിറ്റ്. എന്താ സഹായിക്കണോ? നീ നേരത്തെ ഫോൺ ചെയ്തോണ്ടിരിക്കുമ്പോഴേ നിന്റെ പുറകെ വന്ന് നിന്നതിന് എനിക്ക് പ്രത്യേകിച്ച് ഉദ്ദേശം ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ വെറുതെ വന്ന് നിന്നതാ. മക്കള് വലുതാകുമ്പോൾ അവർക്ക് അവരുടേതായ പ്രൈവസി വേണമെന്നും അത് നമ്മൾ ബ്രേക്ക് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. പക്ഷെ ആ സമയത്ത് അമ്മ അതൊന്നും ആലോചിച്ചില്ല. ഇനി എന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവത്തില്ല ഒരിക്കലും, അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ. ഓക്കെ, സോറി. എന്താ ഒരു മൈൻഡ് ഇല്ലാത്ത? ഒന്നുമില്ല. ഒന്നുമില്ലേ? അമ്മ അമ്മ എനിക്ക് വിശക്കണം. അമ്മ എന്തെങ്കിലും ഇടമ്മ. അമ്മ എന്തോന്ന് വെച്ചാൽ എടുത്തു കൊടുക്കും. ആ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തേക്ക്, അത് തിളയ്ക്കുമ്പോ. നിനക്ക് എന്താ വേണ്ട? ബിസ്ക്കറ്റ് മതിയോ? ബിസ്ക്കറ്റ് മതിയോ? എനിക്കൊന്നും വേണ്ട. വേണ്ടേ? റിങ്കി, റിങ്കി, തുണി മടക്കി വെച്ചിട്ടുണ്ട്. നീ എന്താ തലമാരെ വൈ. ഞാൻ കൊണ്ടുവയ്ക്കമ്മ. റിങ്കി, തുണി ഇവിടെ വെച്ചിട്ടുണ്ടേ. ഞാൻ കൊണ്ട് അമ്മ 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 ഇത് നോക്കമ്മ. അയ്യോ ഭയങ്കര തമാശ. നോക്ക്, ഒരു കോമഡി. നോക്കമ്മ, നോക്ക്, നോക്ക്. ഷോ ഈ പെണ്ണ് കാണിക്കണ നോക്കുമ്പോ നല്ല നല്ല കൊച്ചമ്മ, നല്ല കാണാൻ നല്ല ഭംഗിയുള്ള കൊച്ചുണ്ട്. കണ്ട അമ്മ 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 ഞാൻ നനച്ചരാമ. അമ്മ ഞാൻ സഹായിക്കാം. എങ്ങനെ അമ്മ അമ്മ പോട്ട് മോളെ, ഇനി അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. അച്ഛ
അച്ഛൻ ഞാൻ മനസ്സിലൊന്നും വിചാരിച്ചിട്ടല്ല അച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞേ. എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നപ്പോ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞു പോയാണ്. അത് പിന്നെ അച്ഛനെ അറിഞ്ഞൂടെ? എത്ര നേരമായെന്നറിയോ അമ്മ എന്റെ അടുത്ത് മിണ്ടിയിട്ട്? അതെന്താ അറിയുമോ, മക്കൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പം അമ്മയ്ക്ക് പെട്ടെന്ന് ഫീലായി, അത്രേ ഉള്ളൂ. അല്ലാതെ മോളോട് സ്നേഹമില്ലെങ്കിട്ടാണോ? പിന്നെ ഇതിനു മുമ്പ് ഇതുപോലെയൊക്കെ എപ്പോഴും തർക്കിക്കൊണ്ടല്ലോ, വഴക്കൊക്കെ അടിച്ചിരുന്നിട്ടില്ലേ? അപ്പോഴേക്ക് അമ്മ വന്ന് സ്നേഹത്തോട് സംസാരിച്ചിട്ടില്ലേ? ഈ അമ്മ മിണ്ടാത്തോണ്ട് എന്താ പോലെ അച്ഛാ? ഒരു കാര്യം ചെയ്യാം, അച്ഛൻ ചെന്ന് അമ്മയടുത്ത് സംസാരിക്കാം. മോള് വിഷമിക്കാതെ. പറ്റണല്ലോ അച്ഛാ. പിങ്കി മോളെ, ഞാൻ പറഞ്ഞില്ലേ അമ്മയ്ക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ സ്നേഹം ആരെയാണ്? പിങ്കി മോളെ. പിന്നെന്ത്? എന്തായാലും ഞാൻ പോയത് അമ്മയൊന്ന് കണ്ട് സംസാരിക്കേ. വിഷമിക്കണ്ട. കരയാതെടി. വിഷമം വരണ ചേച്ചി. നീ ഇങ്ങനെ കിടന്ന് കരയാതെ. ഞാൻ ഒന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല അങ്കിള്. പോട്ട് ഇനിയിപ്പോ പോട്ട്, കരയണ്ട കേട്ടോ, നമുക്ക് സോൾവ് ചെയ്യാം. അങ്കിൾ ഇതുപോലെ തന്നെ അച്ഛൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഒരാളാണ്. പക്ഷെ അങ്കിളൊരു കാര്യം പറയട്ടാ, നമ്മളൊരാളെ കത്തിയിട്ട് കുത്തിയാലേ ചിലപ്പോൾ ഒരു 2-3 ദിവസം കഴിയുമ്പോൾ അതങ്ങ് ഉണങ്ങും. പക്ഷെ നമ്മൾ വായിന്ന് എന്തെങ്കിലും പറഞ്ഞു പോയാലേ ആ മുറിവ് ഒരുപാട് നാളിരിക്കും. അതുകൊണ്ട് മോള് വിഷമിക്കണ്ട കേട്ടോ, അത് സോൾവ് ചെയ്താൽ മതി. സോൾവ് ചെയ്യാനുള്ള ഇതുണ്ടാ? അപ്പൊ സോൾവ് ചെയ്യാം കേട്ടോ. അമ്മയല്ലേ, അമ്മ ക്ഷമിക്കും കേട്ടോ. പക്ഷെ അമ്മ മിണ്ടണില്ല. അത് അമ്മയ്ക്ക് അപ്പം ദേഷ്യം വന്നതാണ്. ഇനി സംസാരിക്കുന്നുണ്ട്. എത്ര നേരം മോളത് പിണങ്ങിയിരിക്കും? നിങ്ങൾ 2 പേരും പിണങ്ങി അമ്മ ഇരിക്കുമോ? വിഷമിക്കണ്ട കേട്ടോ. ചളു പിടിക്കാനല്ല, നല്ലത് പറഞ്ഞു കൊടുക്കാനും അറിയല്ലേ. ചില ആവശ്യങ്ങൾക്ക് നമ്മൾ ഉള്ളിൽ നിന്ന് സംസാരിക്കും കേട്ടോ. കരയാതെ, നമുക്ക് സെറ്റ് ആക്കാം. അതെല്ലാം പോട്ടെ. അമ്മയുടെ തുടങ്ങി നീ ഇപ്പൊ മ്യാവെന്ന് പറഞ്ഞ എന്തിന്? സെറ്റാക്കാന്ന് പറഞ്ഞപ്പോ നീ ഇപ്പൊ മ്യാവെന്ന് പറഞ്ഞ എന്തിന്? പൂച്ചേ നീ ചിരിയടിയോന്ന് നീ ഇങ്ങോട്ട് നോക്ക്. ആ ചോദിച്ചിട്ട് എന്റെ ചേട്ടത്തി എത്തി വഴക്ക് പറഞ്ഞത്. പോട്ട് ഞാൻ ചുമ്മാ പറഞ്ഞത്. പിങ്കി മണി, നീ പിങ്കിയോട് ഇങ്ങനെ പെരുമാറാനായിട്ട് ഇത് ഇത്ര വലിയ പ്രശ്നമാണത്? ദിവ്യേട്ടന് പ്രശ്നം എന്താണെന്ന് അറിയാലോ. അപ്പൊ ഞാൻ പെരുമാറുന്നതാണോ തെറ്റ്, അതോ അവള് ചെയ്തതോ? മണി, അപ്പോഴത്തെ ദേഷ്യത്തെ അവള് നിന്റെ അടുത്ത് ഇങ്ങനെ എന്തോ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദേഷ്യം തോന്നിയ വീട്ടുകാരോട് ഇങ്ങനെയൊക്കെ സംസാരിക്കും മക്കള്? എടി, അവള് കൊച്ചല്ലേ. കൊച്ചു കുട്ടികൾ ഇങ്ങനെയാണോ സംസാരിക്കുന്നത്? രവിയേട്ടനോട് ഇതുപോലെ സംസാരിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ചേട്ടൻ വീട് വിട്ട് ഇറങ്ങി പോയനെ. ശരി മണി, നമ്മളെ മോളല്ലേ, അവൾക്ക് നല്ല വിഷമമുണ്ട് ഇതില്. നമ്മുടെ മോളാണ്, പക്ഷെ അവളിപ്പോ കൊച്ചു കുട്ടിയല്ല, വലിയ ആളായി. അപ്പൊ അവരുടെ അടുത്തൊക്കെ അങ്ങനെ പെരുമാറണം നമ്മള്. വലിയ കഷ്ടമായല്ലോ. ഞാൻ ഇന്നൊരു വലിയ പാഠം പഠിച്ചു. മക്കള് തന്നോളം എത്തിക്കഴിഞ്ഞല്ലേ താനെന്ന് വിളിക്കണമെന്ന് പണ്ടത്തെ ആൾക്കാർ പറയൂലേ, കറക്റ്റാണ്. മണി, അവൾ നല്ല വിഷമത്തിലാണ്, അവൾ ഭക്ഷണം പോലും കഴിക്കണില്ല. അതിന് ഞാനിപ്പോ എന്തു ചെയ്യണം? ആരോട് പോയി? അമ്മ പോട്ടമ്മ. എന്നോട് വേറെ ഒന്നും ആർക്കും പറയാനില്ലല്ലോ. മണി മണി നീ ഇവിടെ നില്ല്. മണി ഇങ്ങ് വാ. പോവല്ലേ, അവളുടെ തെറ്റ് അവൾക്ക് മനസ്സിലായി. എന്റെ ഭഗവാനെ, നിനക്കെന്ത് പറയാണ്? വേറെ ഒന്നും പറയല്ലേ? പറയണ്ട. ഒന്ന് വരൂ. കേട്ടിട്ടു ചേട്ടൻ സമാനപ്പെടും. ചേട്ടൻ തെറ്റൊന്നും ചെയ്തില്ല. ചേട്ടൻ ചെയ്തത് കറക്റ്റ് തന്നെ. ഏത് അമ്മയ്ക്കാണെങ്കിലും ഇതുപോലെ തന്നെ തോന്നും. പക്ഷെ അവള് ചേട്ടത്തിൽ സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. ചേട്ടത്തി ഒരു അവസരം അവൾക്ക് കൊടു. നീ അതങ്ങ് വിട്ടുകള മണി. മക്കളെ ക്ഷമിച്ചേളാ മക്കളെ, കൊച്ചു പിള്ളേര് പോട്ടെ. കൊച്ചുപിള്ളയൊന്നുമല്ല, അവൾക്ക് അവളെ തെറ്റൊക്കെ മനസ്സിലായി. അവളെ അമ്മയുടെ ചെയ്തത് തെറ്റാണ്, അവളെ സമ്മതിച്ചിട്ടുണ്ട്. വാ മക്കൾ സംസാരി, അമ്മയുടെ സംസാരി. ഓ സംസാരി. അമ്മ അമ്മ സോറി അമ്മ. ഞാൻ അപ്പോഴത്തെ ദേഷ്യത്തിൽ ഓരോന്ന് പറഞ്ഞതാണമ്മ. ഞാൻ ഒന്നും മനസ്സിൽ വെച്ചിട്ടല്ല അമ്മ അടുത്ത് സംസാരിച്ച്. ഞാൻ ഇനി ഒരിക്കലും അമ്മ അടുത്തോടെ സംസാരിക്കല്ലോ അമ്മ. സോറി അമ്മ. അമ്മ അടുത്തല്ല എനിക്ക് അങ്ങനെയൊക്കെ പറയാൻ പറ്റും. ഞാൻ അങ്ങനെ വിചാരിച്ചു പറഞ്ഞാടമ്മ. അമ്മയ്ക്ക് എത്ര വീരാവെന്ന് വിചാരിച്ചിട്ടമ്മ. സോറി അമ്മ. കുഴപ്പമില്ല കരയൊന്നും വേണ്ട. വിചാരിച്ചില്ല അമ്മ. കരയല്ലേ?
അമ്മേന്റെ അടുത്ത് പിണങ്ങിയിരിക്കണ്ട അമ്മ. ആ പോട്ട് പോട്ട് അങ്ങനെ വാവിട്ടൊന്നും കരയണ്ട പോട്ട്. അമ്മയ്ക്ക് പിണക്കൊന്നുമില്ല. അമ്മ പിണക്കൊക്കെ മാറി കേട്ടോ. പോട്ടടാ, അമ്മേടെ പിണക്ക് മാറിയല്ലേ, പിന്നെ നിനക്ക് എന്താ? പിങ്കി കരയല്ലേ പിങ്കി കുട്ടി മക്കളെ? ഡി, കരയണ്ട 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 കേട്ടോ. അമ്മയ്ക്ക് മനസ്സിലായ കാര്യം. ഇപ്പൊ തള്ളയെ മോളും കൂടെ ബാക്കിയുള്ളവനെ കൂടെ കരയിപ്പിക്കുമല്ലേ. കരയണ്ട. പിങ്കി എല്ലാരും ജോയിന്റ് ആയാ? എന്നാ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടോ ചേട്ടത്തി, പറഞ്ഞോട്ടോ ചേട്ടത്തി. ഞാൻ ആ ചിക്കൻ വാങ്ങിച്ചോണ്ട് കഴുകി എല്ലാം മസാലയൊക്കെ ഇട്ട് വെച്ചേക്കും. അതൊന്ന് വറുത്ത് ചോറ് ചേട്ടത്തി, വിശന്ന് വയ്യ. അതെ, ഇവളും വിശന്നിരിക്കല്ലേ? വിശക്കണോ? അമ്മ എപ്പോ ഉണ്ടാക്കി തരാം കേട്ടോ. നീ തിന്നോ? കുറച്ച് എനിക്കൊണ്ട് തരൂ.